Eat Your Pancreas. ഈ പേര് കേൾക്കുമ്പോൾ ഇതൊരു വിചിത്രമായ സിനിമയാണെന്ന് തോന്നാം. എന്നാൽ ഇത് ലോകമെമ്പാടുമുള്ള ആനിമേഷൻ പ്രേമികളെ കരയിപ്പിച്ച അതിമനോഹരമായ ഒരു പ്രണയകഥയാണ്. ജപ്പാനിൽ കിമിനോ സുയിസോ വോ ടബേദായി എന്നറിയപ്പെടുന്ന ഈ ചിത്രം അസുഖബാധിതയായ ഒരു പെൺകുട്ടിയും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടിയും തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിന്റെ കഥയാണ്. കഥ തുടങ്ങുന്നത് സാക്കുറ എന്ന പെൺകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങിലൂടെയാണ്. അവളുടെ സഹപാഠിയായ ഹാരുകി വീഡിയോയിൽ ഹാരുകി എന്ന് പരാമർശിക്കുന്നു. അവിടെ പോയിട്ടില്ല. അവൾ അവളുടെ അവസാന മെസ്സേജ് നോക്കി ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരിക്കൽ ആശുപത്രിയിൽ വെച്ച് ഹാരുകിക്ക് ലിവിംഗ് വിത്ത് ഡൈങ് എന്നൊരു ഡയറി ലഭിക്കുന്നു. തന്റെ പാൻക്രിയാസ് രോഗം കാരണം താൻ ഉടനെ മരിക്കുമെന്ന് സാക്കുറ അതിൽ കുറിച്ചിരുന്നു. ഈ രഹസ്യം ഹാരുകി അറിയുന്നുണ്ടെങ്കിലും അവൻ വലിയ ഭാവവ്യത്യാസമില്ലാതെ പെരുമാറുന്നത് സാക്കുറയെ അത്ഭുതപ്പെടുത്തുന്നു. അന്നു മുതൽ സാക്കുറ ഹാരുകിയെ പിന്തുടരാൻ തുടങ്ങുന്നു. തന്റെ അസുഖ വിവരം ഹാരുകിക്ക് മാത്രമേ അറിയാവൂ എന്ന് അവൾ ഉറപ്പിക്കുന്നു. കാരണം മറ്റുള്ളവർ സഹതാപത്തോടെ നോക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവർ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം നഗരത്തിൽ വെച്ച് ചില തെമ്മാടികളിൽ നിന്ന് സാക്കുറയെ ഹാരുകി രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാക്കുറ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അവരെ നേരിടുന്നു. മരണത്തിന് മുൻപ് താൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു പട്ടിക സാക്കുറ തയ്യാറാക്കിയിരുന്നു. അതിനായി അവൾ ഹാരുകിയെയും കൂട്ടി ദൂരയാത്ര പോകുന്നു. അവർ ഒരേ ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നു. പക്ഷേ ഹാരുകി മാന്യമായി പെരുമാറുന്നു. രാത്രി അവർ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്നു. തനിക്ക് മരിക്കരിക്കാൻ പേടിയുണ്ടോ എന്ന് ഹാരുകി ചോദിക്കുമ്പോൾ താൻ സത്യത്തിൽ ഭയപ്പെടുന്നുണ്ടെന്ന് സാക്കുറ വെളിപ്പെടുത്തുന്നു. സാക്കുറയുടെ അടുത്ത സുഹൃത്തായ ക്യോക്കോയ്ക്ക് ഹാരുകിയെ ഇഷ്ടമല്ല. അവൻ സാക്കുറയെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെടുന്നു. ഇതിനിടയിൽ സാക്കുറയുടെ മുൻ കാമുകൻ ഹാരുകിയെ മർദ്ദിക്കുന്നു. പക്ഷെ സാക്കുറ ഹാരുകിയുടെ കൂടെ നിൽക്കുന്നു. താൻ ചെയ്ത തമാശകൾ ഹാരുകിയെ വേദനിപ്പിച്ചതിൽ അവൾ മാപ്പ് ചോദിക്കുന്നു. മരണം വരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു. സാക്കുറയുടെ നില വഷളാകുകയും അവൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നു. ഹാരുകി അവളെ കാണാൻ ചെല്ലുന്നു. അവിടെ വെച്ച് അവർ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് സംസാരിക്കുന്നു. മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നതാണ് ജീവിതം എന്ന് സാക്കുറ അവനെ പഠിപ്പിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ദിവസം അവർ കാണാൻ തീരുമാനിക്കുന്നു. ഹാരുകി അവർക്കായി ഒരു മെസ്സേജ് അയക്കുന്നു. നിന്റെ പാൻക്രിയാസ് എനിക്ക് തിന്നാം, അതായത് നീ എന്നിൽ എന്നും ജീവിക്കണം. എന്നാൽ സാക്കുറ അവിടെ എത്തുന്നില്ല. പോകുന്ന വഴിയിൽ ഒരു കൊലയാളി അവളെ കുത്തിക്കൊല്ലുന്നു. അസുഖം കൊണ്ടല്ല, ഒരു അപകടത്തിലൂടെ അവൾ വിടവാങ്ങുന്നു എന്നത് ഹാരുകിയെ തകർക്കുന്നു. 10 ദിവസത്തിന് ശേഷം ഹാരുകി അവളുടെ വീട്ടിൽ പോകുന്നു. സാക്കുറ അവനായി കരുതി വെച്ച ഡയറി അവളുടെ അമ്മ അവിടെ നൽകുന്നു. അതിൽ അവൾ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും അവനെപ്പോലെ ഒരാളാകാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അവൾ എഴുതിയിരുന്നു. ആ ഡയറി വായിച്ച് ഹാരുകി നിയന്ത്രണം വിട്ട് കരയുന്നു. ഒരു വർഷത്തിനു ശേഷം ഹാരുകിയും ക്യോക്കോയും സുഹൃത്തുക്കളാകുന്നു. അവർ ഒരുമിച്ച് സാക്കുറയുടെ കല്ലറ സന്ദർശിക്കുന്നു. താനിപ്പോൾ പഴയ ഹാരുകിയല്ലെന്നും ജീവിതത്തെ സ്നേഹിക്കാൻ പഠിച്ചുവെന്നും അവൻ മനസ്സിൽ പറയുന്നു. സാക്കുറയുടെ ചിരി അന്തരീക്ഷത്തിൽ മഴങ്ങുന്നതോടെ സിനിമ അവസാനിക്കുന്നു.